ലോകത്തുള്ള എല്ലാ വ്യൂവേഴ്സിനും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഐറ്റമാണ്. ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച ഒരു ഓണം ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തു. അതിൽ തിരുവനന്തപുരംകാരുടെ സ്പെഷ്യൽ എന്നും പറഞ്ഞിട്ട് സദ്യയുടെ അവസാനം ഒരു ഐറ്റം തരുമല്ലോ, പാലട പ്രഥമന്റെ കൂടെ കഴിക്കാനുള്ളത്. എന്താണ്? അത് തന്നെ, ബോളി. അത് കഴിച്ചപ്പോ അത് അവരവിടെ ഉണ്ടാക്കിയതാണോ അതോ കടയിൽ നിന്ന് മേടിച്ചാണോ എന്ന് എനിക്കറിയില്ല. മിക്കവാറും മേടിച്ചായിരിക്കും. ബോളിയായിട്ട് തോന്നിയില്ല. എന്നുവെച്ചാൽ അതിനകത്ത് കുറച്ച് പരിപ്പ് ഉണ്ടാവണമല്ലോ. ഇത് പരിപ്പ് ലേശമുണ്ട്, ലെയർ വരുത്താൻ വേണ്ടിയിട്ടുള്ള പരിപ്പുണ്ടായിരുന്നു. പക്ഷേ ശരിക്കുള്ള ആ ടേസ്റ്റ് വരുന്നതിന്റെ പരിപ്പിലായിരുന്നു. അപ്പൊ അതെനിക്കൊരു ശരിക്കുള്ള ബോളിയായിട്ട് തോന്നിയില്ല. അപ്പൊ തോന്നി എന്നാ ഒന്ന് ഉണ്ടാക്കി പോസ്റ്റ് ചെയ്താലോ ഒന്ന്. അപ്പൊ തിരുവനന്തപുരംകാരുടെ ഫേവറേറ്റ്, തിരുവനന്തപുരംകാരുടെ സ്വന്തം ബോളി ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ബോളിക്ക് വേണ്ട കടലപ്പരിപ്പ് ഞാൻ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത്ര ആവശ്യമില്ല, ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കാമല്ലോ എന്ന് കരുതിയിട്ട് 1.5 കപ്പ് എടുത്തതാണ്. ഇത് നമുക്ക് നല്ലോണം വേവിച്ചെടുക്കണം. കുതിർത്തിട്ടാണെങ്കിൽ പെട്ടെന്ന് വേകും, അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കർ ഉപയോഗിച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ എങ്ങനെയാണെങ്കിലും നല്ലോണം വെന്തെടുക്കണം. നല്ലോണം ഉടച്ച് പഞ്ചസാരയും ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഉരുട്ടേണ്ടതാണ്. അപ്പൊ നല്ലോണം വേകണം. അപ്പോൾ വേവിച്ചിട്ട് നമുക്ക് കാണാം. കടലപ്പരിപ്പ് വേവിച്ചതുകൊണ്ട് വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം വരാൻ വെക്കണം കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത് ചൂടില്ലായിരുന്നെങ്കിൽ ഞാൻ ഉരുട്ടി കാണിച്ചു തന്നേനെ. എന്നാലും നമുക്ക് ഉരുള വരുന്നുണ്ട്. ആ പാകത്തിനാണ്. ഇനി നമുക്ക് ഇതിനകത്ത് പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ചേർത്ത് ഒന്ന് വഴറ്റി മിക്സ് ചെയ്തെടുക്കാം. ബോളിക്കുള്ള പരിപ്പ് റെഡിയാക്കാൻ പോവാണ്. 10 ഗ്രാം നെയ്യ് എടുത്തു, ഉപ്പില്ലാത്ത കേട്ടോ. അതൊന്ന് ചൂടായി വരുമ്പോൾ വേവിച്ച് വെള്ളം വാർന്ന് പോയിട്ടുള്ള പരിപ്പ് ഇടുക. ഇതിലേക്ക് പഞ്ചസാര ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. 1.5 കപ്പിൻ്റെ ആവശ്യം വരില്ല. നോക്കട്ടെ. അത് മിക്സ് ചെയ്യണം. തീ കുറച്ച് വെച്ചിട്ട് പിടിക്കാനുള്ള എന്തപ്പനാണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. എന്തപ്പനാണ്ടി എന്നുള്ള ഒരു വാക്ക് പറഞ്ഞു തന്നത് ഞങ്ങളെ സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചറാണ്, സോമൻ സാർ. ഇതിലേക്ക് നമ്മൾ ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ അതും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി അതിൻ്റെ വെള്ളം ഒന്ന് വറ്റണം കേട്ടോ. നമുക്ക് ഇത് ശരിക്കും ഉരുള പിടിക്കേണ്ടതാണ്. പരിപ്പ് വെള്ളം വറ്റും, കട്ടിയാകും ആറിക്കഴിയുമ്പോൾ. ഇപ്പം ഇത് ആയിക്കഴിയുമ്പോഴത്തേക്കും വെള്ളം ശരിക്കും പോയിട്ടില്ലെങ്കിൽ, അതായത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലോ നല്ല തണുപ്പുള്ള സ്ഥലത്ത് അടച്ചു വെച്ചിട്ട് ഫ്രീസറിലോ വെച്ച് നല്ലോണം തണുപ്പിച്ചാൽ ഉരുള പിടിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഒരുപാട് കട്ടിയും ആകരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ആൾ പർപ്പസ് ഫ്ലവർ പൊടിയുടെ മാവിൽ ഉരുള അതിനകത്ത് പൊതിഞ്ഞിട്ട് നമ്മൾ പരത്തണം. അപ്പോൾ പരത്താനായിട്ട് ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കണം. സോഫ്റ്റും ആകണം, കട്ടിയാകണം. അതാണ് താറ്റ്. അങ്ങനെ ശരിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ പരിപ്പെടുത്തത് 1.5 കപ്പ്, പഞ്ചസാര 1.5 കപ്പാണ് എടുത്തത്. ഇനി ഇതിൻ്റെ മധുരം നോക്കിയിട്ട് വേണം. എല്ലാത്തിലും ഞാൻ പറയുന്ന പോലെ എല്ലാം നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ 1.5 കപ്പിൽ ഇത്രയും മിച്ചമുണ്ട്. ഇപ്പം തന്നെ കട്ടിയായി വരുന്നുണ്ട്. ഇതാണ് ബോളിയുടെ ഫില്ലിങ്. നല്ല കുഴഞ്ഞു വന്നിട്ടുണ്ട്. പരിപ്പ് കറക്റ്റ് വേവായിരുന്നു. ഞാൻ വേവിച്ചത് കൊണ്ട് മാത്രം പറയുമല്ല, കറക്റ്റ് ആയിരുന്നു. ഇപ്പം നിങ്ങൾ പറയില്ലേ, ഇയാൾ വേവിച്ചാരണം, ഇയാൾ തന്നെ പുഴത്തി പറയണം. നിങ്ങൾ പറഞ്ഞു കേട്ടോ, ഞാൻ കേൾക്കൂലല്ലോ. അപ്പം അതിലും എനിക്ക് കുഴപ്പമില്ല. ഇത് ചോട്ടിൽ കുറച്ച് പറ്റും പരിപ്പാണ്. അപ്പം അതും കൂടെ ഒന്ന് ഉടച്ച് തൂകി ചീവി ഇതിൻ്റെ കൂടെ ഇട്ട് ശരിയാക്കുക. നമ്മൾ തീ കുറച്ച് വയ്ക്കുന്നു. ഇനിയിപ്പോൾ അത്രയ്ക്ക് തീൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഒന്ന് ആറുമ്പോഴത്തേക്ക് നല്ല കട്ടിയാവും. ഈ പരുവത്തിൽ എടുക്കണം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി. ഒരു പാത്രത്തിലോട്ട് മാറ്റി ആറാൻ വയ്ക്കാം. തീ ഓഫ് ചെയ്യുന്നു. അപ്പോൾ ഉരുള പിടിക്കാൻ കാണാം. നമ്മുടെ പരിപ്പ് മിക്സ്ചർ ഇതാണ്. ആറിയിട്ടുണ്ട്. നമുക്ക് ഉരുള പിടിക്കാം. ഉരുള എന്ന് പറയുമ്പോഴത്തേക്ക് എന്തോരം വലിപ്പം വേണം, നമ്മുടെ ബോളിക്കുന്നതനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. ഞാനത് വലുതല്ല ചെയ്യുന്നത്, അതുകൊണ്ട് ചെറുത് ചെയ്യുന്നു. 1.5 കപ്പിൽ നിന്നും 27 ഉരുള ബോളിക്ക് വേണ്ട മാവ് ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ ഉപയോഗിക്കുന്നത് ഫുഡ് പ്രോസസ്സറാണ്. കൈകൊണ്ട് കുഴയ്ക്കാം വേണമെങ്കിൽ. ഇതാകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ എളുപ്പമുണ്ട്. ഇതിലേക്ക് ഏകദേശം ഒരു വെള്ളം, എണ്ണ.
ഇതിൽ എണ്ണ കുറച്ച് കൂടുതൽ വേണം, എന്നാലേ അത് നമുക്ക് ശരിക്കും വലിഞ്ഞു വരുള്ളൂ. ഇതിലേക്ക് നമുക്ക് ഉപ്പ് പാകത്തിന്, ഒരുപാടാകാൻ പാടില്ല. ഇനി ഇതിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കളർ ഇട്ട് കൊടുക്കാം. കളർ വേണമെങ്കിൽ നമ്മൾ ഫുഡ് പ്രോസസ്സറിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പം നല്ല ആൾമോസ്റ്റ് വെളുത്താണ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ കളർ ചേർക്കാം, ഒരു മഞ്ഞ കളർ വേണമെങ്കിൽ. പക്ഷെ നമ്മുടെ പരിപ്പിന് ഒരിച്ചിരി മഞ്ഞ കളറുണ്ട്, അത് മതിയെങ്കിൽ കളർ ചേർക്കേണ്ട. നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ വേണമെങ്കിൽ കുറച്ച് കളർ ചേർക്കാം. ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചൊരു എണ്ണ കയ്യിൽ വരട്ടും, അതായത് നമ്മുടെ കയ്യിൽ പിടിക്കരുത്. ഇത് എടുത്ത് ഒന്ന് നിവർത്തിയിട്ട് ഇത് എടുത്ത് വയ്ക്കുക, അകത്ത് വെച്ച് അതിനെ പുതച്ച് മൂടുക. ഇനി ഇത് അരിപ്പൊടിയിൽ മുക്കി പരത്തിയെടുക്കണം, എന്നിട്ട് ചുട്ടെടുക്കണം. ഇത്രയേ ഉള്ളൂ. ബോളി എല്ലാം ഒന്ന് ഉരുട്ടി വെച്ചിട്ട് നമുക്ക് കാണാം. ഇത് പരത്തണ കാണിച്ചു തരാം, പരത്തിയിട്ട് ചുടുന്നതും കാണിച്ചു തരാം. അപ്പോൾ ഷോർട്ട് ബ്രേക്ക്. പതുക്കെ, ബലം കൊടുക്കുന്നില്ല, പതുക്കെ ചെയ്യാണ്. പൊട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അരിപ്പൊടി. വലിയ ബോളി വേണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഫില്ലിങ് കൂട്ടണം, നമ്മളെടുത്തിരിക്കുന്ന മാവും കൂട്ടണം. ഇത് ഇനി അടുപ്പത്ത് വെച്ച് ചുട്ടെടുത്താൽ മതി. ഇത് ചുടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ ബോളി ചുട്ടെടുക്കാൻ പോണു. ഇതൊരു മീഡിയം ചൂടാകുമ്പോൾ ഒരു കടന്നൽ കുത്താൻ വരുന്നുണ്ട്. ഒന്നല്ല, 2-3 എന്ത് ചെയ്ത് അവരുടെ കൂട് ഞാനൊന്ന് നശിപ്പിച്ചായിരുന്നു. അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇതിന് മഞ്ഞ കളർ കുറവാണ് എന്ന് വെച്ചാൽ നമ്മൾ കളർ ചേർത്തിട്ടില്ല. ഇനി ഞാൻ വേറെ ഒരു മാവ് കൂടെ കുഴച്ചിട്ട് കുറച്ച് കളറും ഇട്ടിട്ട് അവസാനം കാണിച്ചു തരാം. രണ്ടിനും കൂടെ ഡിഫറൻസ് ഉള്ളു. ഇതിനകത്ത് വയ്ക്കുന്നു, നെയ്യ് പുരട്ടുന്നു, തിരിച്ചു വയ്ക്കുന്നു, നെയ്യ് പുരട്ടുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വേറൊരു ബാച്ച് കുറച്ചുകൂടെ കളറും ഇട്ടിട്ട് കാണിച്ചു തരാം. തിരുവനന്തപുരംകാരുടെ സ്പെഷ്യലായ, അവരുടെ അഭിമാനമായ ബോളി ഒരു ചേർത്തലക്കാരൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിന് മഞ്ഞ നിറം കൂടിയത് ഞാൻ മഞ്ഞ കളർ ഇട്ടതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ആദ്യമേ ഉണ്ടാക്കിയത് ഞാൻ മഞ്ഞ കളർ ഇടാതെ ബോളി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ കാണും. അത് കഴിഞ്ഞിട്ട് ഞാൻ കളറ് ചേർത്ത് മാവ് കുഴച്ചു എന്നിട്ടുണ്ടാക്കിയതാണ് നല്ല യെല്ലോ കളറിലിരിക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെ ഡിഫറൻസ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബോളിയുടെ കൂടെ എന്താ വേണ്ടത്? പാൽപ്പായസം അല്ലേ? ഉണ്ട് കേട്ടോ, പാൽപ്പായസം ഉണ്ടേ. നല്ല കിടുക്കാച്ചി, നല്ല പൊളപ്പൻ പാലട പ്രഥമനുണ്ട്. അതും ഒഴിച്ചൊരു പിടിപിടിക്കാം. പക്ഷെ അതിനു മുമ്പ് ഒന്ന് ടേസ്റ്റ് നോക്കാം. ഇത് മാത്രം ടേസ്റ്റ് നോക്കാം. ഇതിപ്പോൾ എടുത്തിട്ട് നമ്മൾ പൊട്ടിക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ പിടിച്ചാലത് പൊട്ടിപ്പോരും. വേണ്ട, അത്രയ്ക്ക് സോഫ്റ്റാണ്. ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പം പഴവങ്ങാടിയുടെ അടുത്ത് മഹാബോളി എന്നുള്ള ബോളി മേടിച്ചായിരുന്നു. ഇതുണ്ടാക്കി നോക്ക്, ഏതാ ബെറ്റർ എന്ന് പറയൂ. അപ്പോൾ ഇത് പായസം കൂടെ ഒഴിച്ച് കുഴച്ചൊന്ന് കഴിച്ച് നോക്കാം. പാലടപ്രഥമൻ എത്തിയിട്ടുണ്ട്, നല്ല കൊഴുപ്പുള്ളത്. ഇനി ഇത് ഇതിൻ്റെ പുറത്തൊന്ന് ഒഴിച്ച് താഴെ വെക്കട്ടെ കേട്ടോ. ഇത് ഇല്ലെങ്കിൽ കഴിക്കാൻ നോക്കില്ല. കാണാമെന്ന് വിശ്വസിക്കുന്നു. നല്ല രസമുണ്ട്.
ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് പിടിച്ച് നല്ല ഫീലിംഗ് ആണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഇത് സദ്യക്ക് വിളമ്പണുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും സദ്യ കഴിക്കാതെ ഇതിന് വേണ്ടിയിട്ട് മിക്കവാറും വെയിറ്റ് ചെയ്തിരിക്കും. ഇത് മാത്രം കഴിച്ച് വയറ് നടക്കാനായിട്ട് നിർത്താൻ പറ്റാതെ കഴിച്ചുകൊണ്ടിരിക്കും. സൂപ്പർ 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 സൂപ്പർ. അപ്പോൾ എല്ലാവർക്കും തിരുവനന്തപുരംകാരുടെ ബോളിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ, എല്ലാവരും ഉണ്ടാക്കട്ടെ. പലരും പറയേണ്ടത് ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. എനിക്കത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് പറയുക, കമൻ്റ് ഇട്, ബുദ്ധിമുട്ടായിരുന്നു അല്ലയോ എന്ന്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു ലൈക്കും അടിക്കുക. കമൻറ്റ് ഇഷ്ടം പോലെ ഇട്ടു. ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ, റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ റെക്കമെൻഡേഷൻ ഇട്ടോളൂ. എന്തായാലും എൻജോയ് ആൻഡ് കമൻറ്റ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ഹാപ്പി കുക്കിംഗ്.